ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആർ ബി എൻ എല്ലിനെ കുറിച്ചാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർ ബി എൻ എല്ലിലെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതല്ലാത്ത ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ സംബന്ധിച്ച കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജുകളായിട്ടും പിന്നെ നമ്മളുടെ പോസ്റ്റുകൾ താഴെ കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആർ ബി എന്നിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ എടുക്കണോ അതല്ലെങ്കിൽ വിൽക്കണോ ഹോൾഡ് ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് ഒത്തിരി ഓപ്ഷൻ മീൻസ് ഒപ്പീനിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം സോ ഞാൻ കരുതി എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ഇതെൻ്റെ ജസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഒരു തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് വരാം. ആർ ബി എൻ എല്ലിൻ്റെ ഇന്നിപ്പോൾ ഇയർ ടു ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം മോശം തന്നെയാണ്. മീൻസ് വലിയൊരു ഗ്രോത്തുകളോ കാര്യങ്ങളൊന്നും നിലവിൽ റിസൾട്ടിനകത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വലിയ ഒരു മെച്ചമുള്ള റിസൾട്ട് ഒന്നുമല്ല. സോ നമുക്ക് അത് എന്താണ്, എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് പിന്നെ സംസാരിക്കുമെങ്കിൽ പോലും അതിന് നമ്മളെ ചാർട്ടിൽ അത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് എൻ്റെ ചെറിയൊരു ഒപ്പീനിയനാണ് ഇതിന് ഞാൻ പറയാൻ പോകുന്നത്. സോ ആർ ബി എല്ലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് ഓർഡറുകളുടെ വലിയൊരു ചാകര തന്നെയാണ്. അതായത് ഇവരുടെ ബാസ്ക്കറ്റിൽ ഇപ്പം മീൻസ് കൊട്ടക്കണക്കിന് ഓർഡറുകളാണ് ഇവർക്ക് നിലവിലുള്ളത്. ഈ ഓർഡറുകളെല്ലാം ഇവർ എക്സിക്യൂട്ട് ചെയ്ത് ഒരു പ്രോഫിറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 2025-2026 കാലഘട്ടത്തിൽ മാത്രമേ ഈ ഓർഡറുകൾ കംപ്ലീറ്റ് ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ പേയ്മെൻറ്റുകൾ കാര്യം കിട്ടിയെങ്കിൽ ശേഷം മാത്രമേ ഇവർക്ക് അടുത്ത ക്വാർട്ടറിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്ക് ഇവർ പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പം കാണിച്ചിരിക്കുന്ന ഇപ്പം പുതിയതായി വന്നിരിക്കുന്ന റിസൾട്ടിനകത്ത് അല്പം എല്ലാം ഒരു റെഡിങ്ങിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നിരിക്കുന്നത്. സോ ഈ പറയുന്ന ഓർഡറുകളെല്ലാം ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല രീതിയിലൊരു മെച്ചപ്പെട്ട ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് നമുക്ക് നേരെ ചാർട്ടിലേക്ക് വരാം. എന്താണ് ചാർട്ടിൽ, എങ്ങനെയാണ് ചാർട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നോക്കാം. ഞാനിത് ആർ ബി എൻ എല്ലിൻ്റെ ചാർട്ടാണ്, ഇത് വീക്ക്ലി ചാർട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറുതാക്കിയിരിക്കുകയാണ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലിസ്റ്റ് ചെയ്തത് ഈ ഒരു ഡേറ്റിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 2019 ഏപ്രിൽ മാസം 15-ാം തീയതി അന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനി ഏകദേശം അവിടെ ഒരു നല്ല റേഞ്ച് ഉണ്ടാക്കി. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് താഴേക്ക് പോയി. പിന്നീട് ആ ഒരു റേഞ്ചിൽ, ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തന്നെയാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തന്നെയാണ് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കി, അവിടെ ആ റേഞ്ചിൽ തന്നെ നടന്ന് കളിക്കുന്നു. പിന്നെ നേരെ ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് കളിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ എത്രമാത്രം ഹൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിൽ തന്നെയാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ഈ ഒരു റേഞ്ചിൽ 15 to 39 അല്ലെങ്കിൽ 40 രൂപ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ കടന്ന് കളിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുന്ന് ഇങ്ങനെ വന്നിരിക്കുന്ന പ്രൈസ് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ മുകളിലേക്ക് വന്നു, വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ മുകളിലേക്ക് വന്നു, വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ മുകളിലേക്ക് വന്നു, വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ മുകളിലേക്ക് വന്നു. ഇനിയും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർട്ടിൻ്റെ നിലവിലുള്ള പാറ്റേൺ അനുസരിച്ച് ഈ രീതിയിലായിരിക്കണം വരേണ്ടത്. നോക്കി, ഇവിടുന്ന് കൃത്യം സ്റ്റെപ്പ് കയറി മുകളിൽ വന്നതനുസരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു. ഇതിന് ശേഷം ഇനി ചെറിയ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ചെറിയൊരു റേഞ്ച് പോലെ ഉണ്ടാക്കിയതിന് ശേഷം മുകളിലേക്ക് വരുന്നതിനായിരിക്കാം കൂടുതൽ സാധ്യത. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു റിസൾട്ടും കാര്യങ്ങളും, മീൻസ് റിസൾട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ റിസൾട്ട് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ഈ ഒരു റേഞ്ചിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിലും പഴയ ഒരു പോസ്റ്റിലും ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനും എൻ്റെ ഒരു വ്യൂവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്രൊഫൈലും ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നു തോന്നുന്നു. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ട്രെൻഡ് ലൈൻ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കുവാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരെ ട്രെൻഡ് ലൈനിൻ്റെ ടൂൾ എടുത്തു, നേരെ ഈ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നേരെ മുകളിലേക്ക് വരച്ചു. ഞാൻ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് വരച്ചു. അത് നേരെ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞ് സപ്പോർട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്ര പക്കയാണെന്ന് നോക്കിയേ. ഇവിടെ വന്നു, സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു,
വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു. അതായത് അടുത്ത് വരാൻ നേരത്ത് ഇങ്ങനെയാണ് വരേണ്ടത്. അല്ല എങ്കിൽ അടുത്തത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് നേരെ ഏകദേശം ഒന്നെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വന്നതിന് ശേഷം ഇവിടെ നേരെ മുകളിലേക്ക് ഇങ്ങനെയാണ് ഇത് കയറി വരേണ്ടത്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ അനുസരിച്ച് നിലവിൽ വരേണ്ട അവസ്ഥ. ഇപ്പോഴത്തെ വീക്ക്ലി ചാർട്ടിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് എവിടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ഭാഗങ്ങളിൽ ഒരു സപ്പോർട്ട് നമ്മൾ വീക്ക്ലി ചാർട്ടിൽ വരും. ഏകദേശം ഇവിടെ ഒരു റെസിസ്റ്റൻസും വരും. ഈ റെസിസ്റ്റൻസ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലത്തെ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഡെയിലി ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും അത് എങ്ങനെയാണ് ചാർട്ടിൻ്റെ നിലവിലത്തെ അവസ്ഥയെന്ന്. നോക്കിയേ, കൃത്യം നമ്മൾ വരച്ച ഭാഗത്ത് തന്നെയല്ലേ അത്യാവശ്യം ഒരു റിവേഴ്സൽ വന്നിരിക്കുന്നത്. നമ്മളവിടെ ഒരു ഹൊറിസോണ്ടൽ ഒരു സോണാക്കി വരയ്ക്കുകയാണ് എങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ നടക്കാനുള്ള മേഖലയാണ്. സോ ഇവിടുന്ന് അത്യാവശ്യം ഒരു സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ട് എടുത്ത് ഒന്നെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ വോളിയം ഇല്ല, വോളിയം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആണെങ്കിലും ആകപ്പാട് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. ആവറേജ് ലെവലിൽ താഴെയുള്ള വോളിയമാണ് നിൽക്കുന്നത്, സെല്ലേഴ്സാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു അപ്പർ മീൻസ് ഒരു ആവറേജിന് മുകളിലൊരു ബൈങ് ക്യാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ബൈങ് വോളിയം കിട്ടാത്തിടത്തോളം കാലം ഈ ഒരു റേഞ്ചിൽ നിൽക്കാനായിരിക്കും കൂടുതൽ സാധ്യത. സോ ഇവിടെ ഒരു ബൈങ് ക്യാൻഡിൽ വിത്ത് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇപ്പം നിന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പ്രൈസ് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഇവിടെ നിന്നോ അല്ല എങ്കിൽ ഇവിടെ നിന്നോ ഒരു അപ്വേർഡ് ട്രെൻഡ് തരാനായിരിക്കും സാധ്യത കൂടുതൽ. ഇന്നത്തെ റിസൾട്ട് കൂടെ അത്യാവശ്യം മോശമായതുകൊണ്ട്, അത്യാവശ്യം നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ താഴേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം മുകളിലോട്ട് കയറുമായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാൻ, കാണാം, കാത്തിരിക്കാം. കാത്തിരുന്ന് നമുക്ക് അതെന്താവുമെന്ന് നമുക്ക് നോക്കാം.